ഞാനിന്ന് മുട്ട റൈസ് ഉണ്ടാക്കാൻ പോകുന്നു. 1 കപ്പ് ബിരിയാണി അരി വെള്ളത്തിൽ 20 മിനിറ്റ് വെള്ളത്തിട്ട് വയ്ക്കും. അരി കുക്കറിൽ ആണ് വേവിച്ചെടുക്കുന്നത്. അതിൽ കുക്കറിലിട്ട് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് അല്പം പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പ്, ഒരു ഇല. വെള്ളം തിളച്ച് നമുക്കിനി ആവശ്യത്തിന് ചോറ് വേവാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന അരി അടച്ച് വെച്ച് 1 വിസിൽ വരുന്നവരെ വേവിച്ചു. റൈസിന് ആവശ്യമായ ചേരുവകൾ: ക്യാരറ്റ്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സവാള, കറിവേപ്പില, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ബ്രെഡ്, ഫ്രൂട്ടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, 3 മുട്ട. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ബ്രെഡൊന്ന് മൂപ്പിച്ചെടുക്കണം. ബ്രെഡ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം മൂപ്പിച്ച് കോരി മാറ്റി വയ്ക്കണം. ബ്രെഡ് മൂത്ത് വന്നിട്ടുണ്ട്. അത് കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുക. ബ്രെഡും കിസ്മിസും വറുത്ത എണ്ണയിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുക. വെജിറ്റബിളിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ വെന്ത് വരുമ്പോൾ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, ഗരം മസാല, ഒരല്പം കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കും. ചേർത്തിളക്കി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കും. പൊടിയെല്ലാം മൂത്ത് വരുമ്പോൾ ഒരു സൈഡിലോട്ട് മാറ്റി നടുക്കോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കും. കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇളക്കി കൊടുക്കും. വെജിറ്റബിളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മുട്ട കുറച്ചും കൂടെ ഒന്ന് വേവിക്കാം. ചോറ് വേവിച്ചപ്പോൾ നാരങ്ങ നീര് ഒഴിച്ചില്ല. അതുകൊണ്ട് നമുക്ക് അല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കും. മുട്ടയെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കും. നമ്മൾ റൈസെല്ലാം ഇട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി മൂപ്പിച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ചേർത്ത് ഫ്രൂട്ടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. മുട്ട റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള റൈസാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം.